السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأوحى ربك إلى النحل أن اتخذي بيوتا من الجبال بيوتا أن اتخذي من الجبال بيوتا ومن الشجر ومما يعرشون ثم كلي من كل الثمرات فاء للناس إن في ذلك لآية لقوم يتفكرون. صدق الله مولانا العظيم. إن الله تعالى إذا أحب عبدا لم يضره ذنب. صدق رسول الله. لك الحمد مولانا على كل نعمتي ومن جملة النعماء. അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. രോഗികൾക്ക് പടച്ച റബ്ബ് ശമനം നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ത്വഅത്തിലൂടെയായിട്ടുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു നമുക്കേവർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അവരുടെ ഖബറിടങ്ങളെ അള്ളാഹു സ്വർഗീയ പൂന്തോപ്പുകളാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ ഖബറിടങ്ങളിൽ അള്ളാഹു സ്വർഗീയ ആനന്ദം നിറച്ചു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും നാളെ അള്ളാഹു ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. മഖ്ലൂഖാത്തിനെ കുറിച്ചുള്ള, സൃഷ്ടിലോകത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കാൻ, അറിവ് ലഭിക്കാൻ വിവിധ കലാലയങ്ങളിലേക്ക് നാം നമ്മുടെ മക്കളെ പറഞ്ഞുവിടുന്നു. നമ്മിൽ തന്നെ പഠിക്കാൻ ആഗ്രഹമുള്ള ആളുകൾ ആ വിജ്ഞാന ശാഖയിൽ ഗ്രാഹ്യം നേടിയ ഗുരുനാഥന്മാരെ സമീപിച്ച് ആ വിജ്ഞാനം സ്വായത്തമാക്കുന്നു, സമ്പാദിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അറിയാനുള്ള മാർഗം എന്താണ്? സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാനെ അറിയാനുള്ള മാർഗം അവന്റെ മഖ്ലൂഖാത്തിലൂടെ, അവന്റെ സൃഷ്ടിജാലങ്ങളിലൂടെ, അവന്റെ ഖുദ്റത്തുകളിലൂടെ അറിയുക എന്നതാണ്. കഴിഞ്ഞയാഴ്ച നാം സൂചിപ്പിച്ചു,
വളരെ ചെറുതും നിസാരവുമായ കൊതുക്, ഈച്ച പോലത്തെ ജീവികളിലൂടെ പഠനം നടത്തിക്കഴിഞ്ഞാൽ ആ പഠനത്തിൽ നിന്ന് അല്പം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ പോലും നമ്മുടെ ഉടമസ്ഥനെ നമുക്ക് കണ്ടെത്താനാകും. കഴിഞ്ഞയാഴ്ച പറഞ്ഞത് ഒരു A to Z ചർച്ചയല്ല, ജാമിഉം മാനിയുമായ വളരെ വിശാലമായ ഒരു പഠനമൊന്നുമല്ല. ആ ചെറുജീവികളെ കുറിച്ചുള്ള വിജ്ഞാന സാഗരത്തിലേക്കുള്ള ഒരു വഴി, ഒരു കവാടം, ഒരു വാതിൽ തുറക്കുക മാത്രമാണ് കഴിഞ്ഞയാഴ്ചയും മുമ്പ് പല ആഴ്ചകളിലൂടെയുമായിട്ട് നാം ചെയ്തത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനിയും സൃഷ്ടിജാലങ്ങളിലേക്ക് അള്ളാഹു നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നുണ്ട്. നിസാരമെന്ന് നാം കണക്കാക്കുന്ന ചെറിയതാനത് ഭൂമിയിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഉടമസ്ഥന്റെ സന്നിധാനത്തായിരിക്കും. അതുകൊണ്ട് റബ്ബ് ഓരോ സൃഷ്ടികളെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിസാരമായ തേനീച്ച, ഖുർആനിലെ ഒരു അധ്യായം തന്നെ സൂറത്തുൻ നഹ്ൽ എന്നാണ്. തേനീച്ച, ഫൻളുർ ഇലാ അജാഇബിഹാ ഫൻളുർ ഇലൻ നഹ്ലി വഅജാഇബിഹാ. തേനീച്ചയിലേക്ക് നീ ഒന്ന് നോക്ക്, അതിന്റെ പ്രവർത്തനങ്ങളിലെ അത്ഭുതകരമായ അതിന്റെ സഞ്ചാരത്തിലേക്ക്, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. സൂറത്തുൻ നഹ്ലിന്റെ 68, 69 വചനങ്ങളിൽ അല്ലാഹു അതാണ് സൂചിപ്പിക്കുന്നത്, വ്യക്തമാക്കുന്നത്. വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. അല്ലയോ നബിയേ, അങ്ങയുടെ രക്ഷിതാവ് തേനീച്ചയ്ക്ക് വഹി നൽകി, സന്ദേശം നൽകി. എന്താണ് സന്ദേശം നൽകിയത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ വമിനശ് ശജരി വമിമ്മാ യഅരിശൂൻ. മലകളിലും മരങ്ങളിലും മണ്ണിന് മുകളിൽ പടർന്നു പിടിച്ചിരിക്കുന്ന വള്ളികളിലും നീ കൂട് പണിയുക, നീ വീടുണ്ടാക്കുക. പർവ്വതങ്ങളിലും മരങ്ങളിലും വള്ളികളിലും നീ കൂട് വെക്കുക. കൂടിന്റെ പണി പൂർത്തിയായാൽ സുമ്മ കുലീ മിൻ കുല്ലി സമറാത്ത്, കൂട് വിട്ട് നീ പറന്നുപോയിക്കൊണ്ട് എല്ലാവിധ പൂക്കളിൽ നിന്നും പഴങ്ങളിൽ നിന്നും നീ ഭുജിച്ചുകൊള്ളുക, കഴിച്ചുകൊള്ളുക. ഫസ്ലുകീ സുബുല റബ്ബികി ദുലുലാ, നിന്റെ നാഥൻ നിന്റെ മുന്നിൽ വരച്ചിരിക്കുന്ന വരയിലൂടെ നീ സഞ്ചരിക്കുക. തേനീച്ചയോടുള്ള വഹിയാണ്. ഫസ്ലുകീ സുബുല റബ്ബികി ദുലുലാ, നിന്റെ നാഥൻ ഒരുക്കിയ സരണിയിൽ നീ ചരിക്കുക, സഞ്ചരിക്കുക. തേനീച്ചയെ, അവകളുടെ പ്രവർത്തനം എത്രമാത്രം വ്യവസ്ഥാപിതമാണ്. വിവിധ തരത്തിലുള്ള ജോലിക്കാർ, ചോദ്യം ചെയ്യപ്പെടാത്ത നേതൃത്വം, ഒരു നേതാവ്, അനുസരണയുള്ള ധാരാളം അനുയായി വൃന്ദം, അവയുടെ കൂടുനിർമ്മാണം, തേൻ ശേഖരണം, അതിലുള്ള തെർത്തീബിലേക്ക് നാം ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നോക്കണം. അതാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പച്ചയായി പറഞ്ഞു തരുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കണം. തേൻ കിട്ടുമ്പോ വായിൽ വെച്ച് നല്ല തേനെന്ന് അഭിപ്രായം പറഞ്ഞാൽ പോരാ, അങ്ങോട്ട് നീ നോക്കണം. അങ്ങോട്ട് നോക്കിയാൽ നിനക്ക് കാണാനാകുന്നത് നിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിനെ ആയിരിക്കും. ഫസ്ലുകീ സുബുല റബ്ബികി ദുലുലാ, നിന്റെ നാഥൻ നിനക്കൊരുക്കിയിരിക്കുന്ന സഞ്ചാര വീതിയിലൂടെ നീ സഞ്ചരിക്കണം. ഈച്ചയെ, നിനക്ക് റബ്ബൊരുക്കിയ വഴിയിലൂടെ നീ നടക്കണം. കൃത്യമായി ഒരു വര വരച്ചിട്ടുണ്ട്, ആ രേഖയിലൂടെ നീ മുന്നേറണം. അള്ളാഹു വരച്ച വര, അള്ളാഹുവിന്റെ ഒരു വിധി. അല്ലെങ്കിൽ ഈച്ചയ്ക്ക് എന്തറിയാനാണ്? ഈച്ചയ്ക്ക് എന്തിനു സാധിക്കാനാണ്? അല്ലേ? തുടർന്ന് റബ്ബ് പറയുന്നു, യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനു
വർണ്ണവൈവിധ്യമുള്ള ഒരു പാനീയം ആ ഈച്ചകളുടെ ഉദരത്തിൽ നിന്ന്, വയറുകളിൽ നിന്ന് പുറപ്പെടുന്നു. പല നിറങ്ങളിലുള്ള ഒരു പാനീയം, മലയാള ഭാഷയിൽ തേൻ എന്ന് പറയുന്ന പാനീയം ആ ഈച്ചയുടെ വയറിന്റെ ഉള്ളിൽ നിന്നാണ് പുറപ്പെടുന്നത്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ആ പാനീയത്തിൽ ജനങ്ങൾക്ക് രോഗശമനമുണ്ട്. എല്ലാ പഴങ്ങളുടെയും പൂക്കളുടെയും എസൻസും എല്ലാവിധ വൈറ്റമിനുകളും അടങ്ങിയ ഒരു സിദ്ധൌഷധമാണ് തേൻ. ഇന്ന രോഗത്തിന് എന്നല്ല അല്ലാഹു പറഞ്ഞത്. ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഒരുപാട് രോഗങ്ങൾക്ക് അതിൽ ശമനമുണ്ട് ജനങ്ങൾക്ക്. ഇത്രയൊക്കെ പറഞ്ഞ റബ്ബ് ഈ ആയത്തുകൾക്ക് അടിവര ഇടുന്നത്, ഫുൾ സ്റ്റോപ്പ് ഇടുന്നത്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. ഈ ഈച്ചയും ഫൻദുർ ഇലാ ബിനാ, കൂടുക്കുന്നത് പോലെ മരക്കമ്പ് കൊണ്ടല്ല, ചില്ലകളിലെ ഇല കൊണ്ടല്ല, മിനശ്ശംഇ, മെഴുകുകൊണ്ടാണത് കൂടുണ്ടാക്കുന്നത്. മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ചേർന്ന് കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. തേനിൽ മണ്ണു കലരാനിടയുണ്ട്. അതുകൊണ്ട് സുരക്ഷിതമായി തേനുണ്ടാകാൻ മെഴുകുകൊണ്ടാണത് കൂടുണ്ടാക്കുന്നത്. വഖ്തിയാരിഹാ മിൻ ജുംലത്തിൽ അഷ്കാലി അശ്ശകിലൽ മുസദ്ദസത, അതിന്റെ കൂടുകളുടെ അറകൾ, തേൻ നിറക്കുന്ന അറകൾ, ആ അറകളുടെ രൂപം മിൻ ജുംലത്തിൽ അഷ്കാലി അശ്ശകിലൽ മുസദ്ദസത, ഏതു രൂപത്തിലും അതിന് അറകളൊരുക്കാം. പക്ഷേ തേനീച്ച അറകൾ ഉണ്ടാക്കിയ രൂപം എങ്ങനെയാണ്? അശ്ശകിലൽ മുസദ്ദസത, 6 കോണുകളുള്ള അറകളായിട്ടാണ് അതിൻ്റെ അറകൾ ഒരുക്കിയിട്ട്. 6 കോണുകൾ. എന്തുകൊണ്ട് തേനീച്ച വൃത്താകൃതിയിൽ അതിന് അറയുണ്ടാക്കിയില്ല? അല്ലെങ്കിൽ സിലിണ്ടർ ആകൃതിയിൽ അറയുണ്ടാക്കിയില്ല? ചതുരാകൃതിയിലോ ത്രികോണാകൃതിയിലോ 5 കോണുകളുള്ള ആകൃതിയിലോ എന്തുകൊണ്ട് അറയുണ്ടാക്കിയില്ല? അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഓർഡർ അനുസരിച്ചാണ് അത് കൂട് നിർമ്മിക്കുന്നത്, തേൻ ശേഖരിക്കുന്നത്, എല്ലാം അങ്ങനെയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇതേക്കുറിച്ച് എന്തുകൊണ്ട് ഇങ്ങനെ അത് 6 കോണുകളുള്ള ഷഡ്കോണാകൃതിയിലുള്ള അറകൾ എന്തുകൊണ്ടൊരുക്കി? ലിഖാസിയത്തിൻ ഫിശ്ശകിലിൽ മുസദ്ദസി, മറ്റൊരു രൂപത്തിനുമില്ലാത്ത പ്രത്യേകത ഷഡ്കോണാകൃതിക്കുണ്ട്, 6 കോണുകളുള്ള അറക്കുണ്ട്. പണ്ടുകാലത്തെ 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള ഗണിതശാസ്ത്രജ്ഞന്മാർ ഈ വിഷയത്തിൽ ഒരു റിസർച്ച് നടത്തി. ആ ഗവേഷണം ആധുനിക സയൻസിലെ എഞ്ചിനീയേഴ്സ് ഇതിനെക്കുറിച്ച് പഠനം നടത്തി. ഇസ്ലാമിസ്റ്റുകൾ, മുസ്ലിം ചിന്തകന്മാരായ എഞ്ചിനീയർമാർ ഇതിനെക്കുറിച്ച് പഠനം നടത്തി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്, ആധുനിക കാലഘട്ടത്തിൽ വന്ന റിപ്പോർട്ട്, മിനിമം മെറ്റീരിയൽ മാക്സിമം കപ്പാസിറ്റി എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. മിനിമം മെറ്റീരിയൽ മാക്സിമം കപ്പാസിറ്റി, ചുരുങ്ങിയ പദാർത്ഥം കൊണ്ട് വലിയ സൗകര്യം ഉണ്ടാക്കാം. ഈ തേനീച്ചക്കൂടിന്റെ അറകളിൽ വൃത്താകൃതിയിലാണ് അറകൾ ഉണ്ടാക്കിയിരുന്നതെങ്കിൽ, ഇപ്പൊ ഒരു പ്രതലത്തിൽ നാം വൃത്തം വരയ്ക്കുക, നിറച്ച് വൃത്തം വരച്ചാൽ എത്ര ഗ്യാപ്പ് ഒഴിവാക്കി വൃത്തം വരച്ചാലും ഇടയിൽ എന്തുണ്ടാകും? ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ വൃത്താകൃതിയിലായിരുന്നു അതിന്റെ അറകളെങ്കിൽ ഇടയിൽ വിടവ് വരും. സിലിണ്ടർ ആകൃതിയിലായാലും വിടവ് വരും. ചതുരാകൃതിയിലും ത്രികോണാകൃതിയിലുമൊക്കെ ആണെങ്കിൽ വിടവുണ്ടാവില്ലെങ്കിലും വ്യാസം കുറയുമെന്ന് എഞ്ചിനീയർമാർ സമ്മതിക്കുന്നു. ഈ തേനീച്ചക്ക് എന്തറിവ്? ഈ തേനീച്ച കൂട് നിർമ്മിച്ചതിനെ കുറിച്ച് മനുഷ്യൻ അവന്റെ മസ്തിഷ്കം ഉപയോഗപ്പെടുത്തി ദീർഘനാൾ ഗവേഷണം നടത്തിയിട്ട് കണ്ടെത്തിയ ഫലമാണിത്. തേനീച്ച എവിടുന്ന് ഇത് കണ്ടുപിടിച്ചു? അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുക നിങ്ങൾ. തേനീച്ചയുടെ പ്രവർത്തനം ചിന്തിച്ചാൽ തന്നെ നിങ്ങൾ പറഞ്ഞു പോകും. നിങ്ങളുടെ നാവ് മാത്രമല്ല, നിങ്ങളുടെ പ്രകൃതി പറഞ്ഞു പോകും, അല്ലാഹു അക്ബർ,
ലാ റബ്ബ വലാ ഇലാഹ ഇല്ലല്ലാഹ്. നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ പ്രകൃതി പറയട്ടെ, നിങ്ങളുടെ ശരീരത്തിന്റെ, നിങ്ങളുടെ മനസ്സ് പറയട്ടെ, നിങ്ങളുടെ ചിന്താ മണ്ഡലം പറയട്ടെ, ലാ റബ്ബ വലാ ഇലാഹ ഗൈറു എന്ന പ്രഖ്യാപനം. മറ്റൊരു അത്ഭുതം നോക്കൂ. ഈ തേനീച്ചക്കൂടിനകത്ത് അത് അറ ഒരുക്കിയപ്പോ നേരെയല്ല അതിന്റെ അറകൾ നിൽക്കുന്നത്, 13 ഡിഗ്രി ചെരിച്ചുകൊണ്ടാണ് അറകൾ പണിതിരിക്കുന്നത്. 13 ഡിഗ്രി ചെരിച്ചുകൊണ്ടാണ് അറകൾ പണിതത്. നേരെയായാൽ തേൻ വെളിയിലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് 13 ഡിഗ്രി ഉയർത്തിക്കൊണ്ട് ചെരിച്ചുകൊണ്ടാണ് അതിന്റെ അറകൾ സംവിധാനിച്ചിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ ഒന്നല്ല. ഇപ്പൊ തേനീച്ചയെ കുറിച്ച് പ്രത്യേകം ഖുർആൻ പറഞ്ഞു അല്ലേ, ഈച്ചയെ കുറിച്ചും കൊതുകിനെ കുറിച്ചും ഹദീസിൽ പ്രത്യേകം പറഞ്ഞു. ഇങ്ങനെ ഓരോന്നിലൂടെയും നാം സഞ്ചരിക്കുമ്പോൾ ഉടമസ്ഥനെ നാം കണ്ടെത്തുമ്പോഴാണ് നമ്മിലെ സ്നേഹം, അവനോടുള്ള മഹബ്ബത്ത് ശക്തമായി കിട്ടുക. ഇപ്പൊ ഞാനും നിങ്ങളും കുറെ ദിവസമായാലോ മഹബ്ബത്തിന്റെ ക്ലാസ് എടുക്കുന്നത്, അള്ളാഹിനോടുള്ള സ്നേഹം. മുഅ്മിനാണോ? ഇഅ്ലം അന്നൽ മുഅ്മിനീന മുശ്തരികൂന ഫീ അസ്ലിൽ മഹബ്ബത്തി. ഈമാനുണ്ടോ? അള്ളാഹിനോട് സ്നേഹം ഉണ്ടാവും, ഉറപ്പാ. ഈമാനുണ്ടോ? മുഅ്മിനാണോ? അള്ളാഹിനോട് സ്നേഹം ഉണ്ടാവും. സ്നേഹല്ലേ നിനക്ക് ഈമാനില്ല. എന്നാൽ വലാകിന്നഹും മുതഫാവിതൂന ലിതഫാവുതിഹിം ഫിൽ മഅരിഫ. ഈ സ്നേഹം തന്നെ വിവിധ തരത്തിലാണ് മുഅ്മിനീങ്ങൾക്കിടയിൽ. അള്ളാഹിനോടുള്ള സ്നേഹം എനിക്കുള്ളത് പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക്. എന്നിലേറെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ടാകും. ലിതഫാവുതിഹിം ഫിൽ മഅരിഫ. എന്തുകൊണ്ടൊരു മുഅ്മിനിന് കൂടുതലായി റബ്ബിനെ സ്നേഹിക്കാൻ സാധിക്കുന്നു? ലിതഫാവുതിഹിം ഫിൽ മഅരിഫ. അവൻ കൂടുതൽ റബ്ബിനെ അടുത്തറിഞ്ഞു. അവൻ എങ്ങോട്ട് നോക്കിയാലും റബ്ബിലേക്ക് അവന്റെ ചിന്തയങ്ങ് കൊണ്ടുപോകും. അങ്ങനെ അറിവ് ശക്തമാകുന്ന ആളുകളിൽ ഈ മഹബ്ബത്തും ശക്തമായി കിട്ടും. ഇമാം ഗസാലി റഹിമഹുല്ല ഒരു സത്യം പറയുന്നു, വലാകിന്ന അക്സറന്നാസ് വ അക്സറുന്നാസ് ലൈസ മിനല്ലാഹി തആല ഇല്ലൽ അസ്മാഉ വസ്സിഫാത്ത്. കൂടുതൽ ജനങ്ങളും മുസ്ലിമീങ്ങളും അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് എന്താ? ഇല്ലൽ അസ്മാഉ വസ്സിഫാത്ത്. കുറച്ച് പേരും കുറച്ച് സിഫത്തുകളും അവർക്കറിയാം. അവർ അസ്മാഉൽ ഹുസ്ന അങ്ങനെ ചൊല്ലുന്നവരാണ്. രാവിലെയോ വൈകുന്നേരമോ ഇനി ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലോ അസ്മാഉൽ ഹുസ്ന എന്ന ദിക്ർ അതങ്ങനെ ചൊല്ലുന്നവരാണ്. ഇതല്ലാതെ വേറെ അവർക്കൊരു അറിവുമില്ല. അതോടൊപ്പം ഈ അസ്മാഉൽ ഹുസ്ന ചൊല്ലിപ്പടിച്ച അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്ന ഗ്രൂപ്പ് റുബമാ തഖയ്യലു ലഹാ മആനിൻ യതആല അൻഹാ റബ്ബുൽ ആലമീൻ. ഈ അസ്മാഉ സിഫാത്തുകൾക്ക് ചില രൂപങ്ങളും അർത്ഥങ്ങളും സ്വന്തമായി ഉണ്ടാക്കുന്നു. അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു ആലിമാണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു സമീആണ്, അള്ളാഹു സൃഷ്ടിച്ചവനാണ്, അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്, അള്ളാഹു കാണുന്നവനാണ്, അള്ളാഹു കേൾക്കുന്നവനാണ്. ഈ വിശേഷണങ്ങൾ സിഫത്തുകൾക്കൊക്കെ അവന്റെ ചിന്തയിൽ ഒതുങ്ങുന്ന, അവന്റെ യുക്തിക്കനുസരിച്ചൊരു രൂപം ഉണ്ടാക്കുന്നു. അങ്ങനെ രൂപമുണ്ടാക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. ഇസ്ലാം മതത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്നിട്ടോ ഞാനൊരു ഷെയ്ഖാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ലാഭകരമായ ബിസിനസ് ഷെയ്ഖാകലാണ്. അങ്ങനെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടിട്ടില്ലാത്ത, നമ്മുടെ പ്രമാണങ്ങൾ ഒന്നും അംഗീകരിക്കാത്ത തരത്തിലുള്ള ആരാധനകൾ പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ കിഴക്കോട്ട് തിരിഞ്ഞിട്ടുള്ള നിസ്കാരം? പടിഞ്ഞാറ് തിരിഞ്ഞിട്ടല്ല. ഇപ്പൊ കിഴക്കോട്ട് ഉണ്ടാവും കേട്ടോ. ഭൂമിയുടെ ആ ഭാഗത്തേക്ക് പോയാൽ അവിടുന്ന് കിഴക്കോട്ടായിരിക്കും കിബില. അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ കിഴക്കോട്ട് നിസ്കാരം ഉണ്ടോ? ഇല്ല. ഉച്ച സമയത്ത് ഒരു റക്അത്ത് നിസ്കാരം ഉണ്ടോ? രാത്രി വിത്തറുണ്ട് അല്ലേ? ഇജഅലു ആഖിറ സ്വലാത്തിക്കും വിത്തറ. ഉറങ്ങാൻ അടുക്കുമ്പോൾ അവസാനത്തെ നിസ്കാരം വിത്തറാക്കണം. അത് ഒന്നുകൊണ്ട് വിത്തറാക്കി മാറ്റണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉച്ചക്കൊരു റക്അത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വസ്ത്രം ഒരു പച്ചക്കുപ്പായ അല്ലെങ്കിൽ ഒരു നീലക്കുപ്പായിട്ട് നടക്കാം. മുഅ്മിനീങ്ങൾ നീലക്കുപ്പായത്തിന്റെ ആളുകളായിരിക്കും. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാതെ ബെഡ്റൂമിൽ വാതിലടച്ചിരുന്നിട്ട് ദിക്ർ ചൊല്ലുക. ഇങ്ങനത്തെ ചില അള്ളാനെ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഈ പെരുമ്പാവൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് സഹോദരന്മാരെ. അവർക്ക് എവിടെ പിഴവ് പറ്റിയത്? അവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നവരാണ്. പക്ഷെ ആ അസ്മാഉൽ ഹുസ്നക്ക് ചില വ്യാഖ്യാനങ്ങൾ അവരുടെ മണ്ടയിൽ കൊള്ളുന്ന തരത്തിൽ അവർ പടച്ചുണ്ടാക്കി. വൽ മുതഖയ്യിലൂന ഹുമുല്ലാല്ലൂൻ.
ഈ ചിത്രങ്ങൾ പടച്ചുണ്ടാക്കുന്ന ഗ്രൂപ്പ്, അവർക്ക് തോന്നിയതുപോലെ അർത്ഥം പറയുന്ന ഗ്രൂപ്പ്, അവർ പിഴച്ചവരാകുന്നു. നിസ്തർക്കം, നിസ്സംശയം അവർ പിഴച്ചുപോയി. സാധാരണ മുസ്ലിമീങ്ങളിൽ ഒരു പഠനം നടത്തുമ്പോൾ അള്ളാഹുവിന്റെ അറിവ്, മഅരിഫത്ത്, അള്ളാഹനെ അറിഞ്ഞ വിഷയത്തിൽ ഒരു പഠനം നടത്തുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിന്റെ വിഷയത്തിൽ സാധാരണക്കാരിൽ ഒരു പരിശോധന നടത്തിയാൽ ഒരു ഗ്രൂപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പാണ്, അവർ അസ്മാഉൽ ഹുസ്ന ചൊല്ലും, തെറ്റായി വ്യാഖ്യാനിച്ച് പിഴച്ചുപോയി. വേറെ ഒരു പാവപ്പെട്ട മുസ്ലിമീങ്ങളിലെ ഒരു വിഭാഗം അതിന്റെ യാഥാർത്ഥ്യവും അതിന്റെ വസ്തുനിഷ്ഠമായ മഅനിയൊന്നും പഠിച്ചോനെ എനിക്കറിയൂല. പിന്നെയോ വലാ തഖയ്യലൂ ലഹാ മഅനൻ ഫാസിദൻ, അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുക്കൂല. അള്ളാന്റെ സിഫത്തുകൾ, അള്ളാന്റെ 99 നാമങ്ങൾ, അതൊക്കെ ഞാൻ കേട്ടു പഠിച്ചു, ഞാൻ വിശ്വസിച്ചു, എൻ്റെ കൽബിൽ ഞാനത് ഉറപ്പിക്കുന്നു. അതിലെ അർത്ഥങ്ങളും ആശയങ്ങളും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളും എനിക്കറിയില്ലെങ്കിലും ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. ബൽ ആമനൂ ബിഹാ ഈമാന തസ്ദീഖിൻ വ തസ്ലീമിൻ, ഇതിലൊക്കെ പൂർണ്ണമായ നിലയിൽ വിശ്വസിച്ചു. പടച്ചവനുണ്ട്, അതിൻ്റെ തെളിവാണല്ലോ ഈ കാണുന്നത്. പിന്നെ അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ സ്വഭാവവും അവൻ്റെ അവസ്ഥയൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ലെങ്കിലും ഞാനതിൽ 100% വിശ്വസിക്കുന്നു. എന്നിട്ട് വസ്തഗലൂ ബിൽ അമൽ, അമലുമായി ഈ ഖൗമ്, ഈ വിഭാഗം ബന്ധപ്പെടുന്നു. വതറക്കുൽ ബഹ്സ, അറിയാത്ത കാര്യങ്ങളിൽ അവർ സംസാരിക്കൂല. ഇങ്ങനെ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. എങ്ങനെ? ഇതിപ്പോ പറഞ്ഞു നോക്കുമ്പോൾ ഏറെക്കുറെ ആളുകൾ ഇതിലാണ് പെടുക അല്ലേ? അള്ളാന്റെ അസ്മാ സിഫാത്തുകളെ കുറിച്ചൊന്നും കൂടുതൽ ഗ്രാഹ്യമില്ല, എന്നാലോ 100% അത് വിശ്വസിക്കുന്നു, അത് അംഗീകരിക്കുന്നു. വസ്തഗലൂ ബിൽ അമൽ, സാധിക്കുന്ന വിധത്തിൽ അമലുകൾ ചെയ്യുന്നു. വതറക്കുൽ ബഹ്സ, തിരിയാത്ത കാര്യത്തിലുള്ള ചർച്ച ഒഴിവാക്കുന്നു. വഹാഉലാഇ ഹും അസ്ഹാബുസ് സലാമത്തി മിൻ അസ്ഹാബിൽ യമീൻ, ഈ വിഭാഗം സാധാരണക്കാരായ മുസ്ലിമീങ്ങൾ അസ്ഹാബുൽ യമീനിൽപ്പെട്ട, അതേ വലതുപക്ഷക്കാരിൽപ്പെട്ട വിജയികളാകുന്നു. ഇത് മിനിമം പാസ് മാർക്ക് കിട്ടി വിജയിക്കുന്ന ആളുകൾ. ഇങ്ങനെ മിനിമം മാർക്കോടെ പാസ് മാർക്ക് കിട്ടുന്ന ആളുകൾ, പഠിച്ചവൻ എനിക്കൊന്നും തിരിഞ്ഞിട്ടില്ലെങ്കിൽ നീ അറിയിച്ചു തന്നാൽ അറിയുമെന്നല്ലാതെ ഞാൻ അതിലൊക്കെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കുന്നു റബ്ബേ. പക്ഷേ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്, നിന്റെ കുദ്റത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൽബ് കൊണ്ട്. പക്ഷേ നിന്റെ ഔസാഫുകളെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ അംഗീകരിക്കുന്നു. ഇവർ അസ്ഹാബുൽ യമീനിന്റെ മെമ്പർമാരാണ്. വൽആരിഫൂന ബിൽ ഹഖായിഖി, 99 നാമങ്ങളിലും വസ്തുനിഷ്ഠമായ വിവരം ലഭിച്ച അല്ലാഹുവിന്റെ ആരിഫുകൾ, ഔലിയാക്കൾ, ഹുമുൽ മുഖറബൂൻ, അവർ മുഖറബുകളാണ്, അല്ലാഹുവിന്റെ അടുത്ത ആളുകളാണ്. ഖുർബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഖറുബ എന്താ അർത്ഥം? അടുത്തു. മുഖറബൂ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടിയ ആളുകൾ. ഇപ്പൊ എത്ര ഗ്രൂപ്പായി ഇവിടെ ഈ പഠനത്തിൽ? എത്ര ഗ്രൂപ്പായി? 3 ഗ്രൂപ്പായി അല്ലേ? ഒന്ന് പിഴച്ച ഗ്രൂപ്പാണ് പറഞ്ഞല്ലോ. രണ്ടാമത്തേത് അസ്ഹാബുൽ യമീൻ, പാസ് മാർക്ക് കിട്ടി സ്വർഗത്തിൽ പോകുന്ന ആളുകളാണ്. കൂടുതൽ അറിയില്ലെങ്കിലും ഉള്ള വിശ്വാസത്തോടെ നന്മകൾ ചെയ്ത് സ്വാലിഹായ അമലുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാർ പാസ് മാർക്ക് വാങ്ങുന്നവരാണ്. മൂന്നാമത്തതോ മുഖറബുകൾ, റാങ്കോടെ പാസ്സായവർ. ഈ 3 വിഭാഗത്തെക്കുറിച്ചും പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. സൂറത്തുൽ വാഖിഅ, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹുൻ വറൈഹാനും വജന്നത്തു നഈം വഅമ്മാ ഇൻ കാന മിൻ അസ്ഹാബിൽ യമീൻ ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ وأما إن كان من المكذبين الضالين فنزل من حميم وتصلية جحيم إن هذا لهو حق اليقين فسبح باسم ربك العظيم. സൂറത്തുൽ വാഖിഅ
പണ്ടത്തെ ഉമ്മാമാർക്കൊക്കെ കാണാതെ അറിയുന്നൊരു സൂറയാണ്. ഇന്നിപ്പോൾ ആർക്കും ഒരു പരിചയമില്ല. അത് ഏത് ഖുർആനിലുള്ളതാ, നമ്മളെ കയ്യിലുള്ള 30 ജുസുള്ള ഖുർആനിലുള്ളതാണോ എന്നുള്ള തരത്തിലാണ് ആളുകൾ നോക്കുന്നത് അല്ലേ. എന്താണ് ഈ വചനങ്ങളിൽ പറയുന്നത്? മരിച്ചു പോകുന്ന ആൾ അന്ത്യശ്വാസം വലിച്ച് ഈ ഭൂഗോളത്തിൽ നിന്ന് യാത്ര പോകുന്ന ആൾ, ആ സമയത്ത് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, റബ്ബിന്റെ മഅരിഫത്തിന്റെ വിഷയത്തിൽ ഉന്നതമായ തലങ്ങളിലെത്തിയ, അല്ലാഹുവിനെ ഖൽബ് കൊണ്ട് ഏറെക്കുറെ മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടിയ ദാസനാണെങ്കിൽ ഫറൗഹു വറൈഹാനു വജന്നത്തു നഈം, അവന് സൗഖ്യമുണ്ട്, വിവിധ തരത്തിലുള്ള വിഭവങ്ങളുണ്ട്, അനുഗ്രഹീത ആരാമമുണ്ട്. അവൻ എന്തൊക്കെയാ ഉള്ളത്? അള്ളാഹുവിനെ എണ്ണി പറഞ്ഞത് തീരുന്നില്ല അല്ലേ. ഉള്ള അറിവിനനുസരിച്ച് ജീവിച്ച വലതുപക്ഷക്കാരനാണെങ്കിൽ, ഇടതുപക്ഷക്കാരും സ്വർഗത്ത് പോലട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഇടതുപക്ഷത്ത് നിന്ന് രാജിവെച്ച് വലതുപക്ഷത്ത് ചേർന്നോളൂ. പുറത്തിറങ്ങുമ്പോൾ ചുമട്ട് തൊഴിലാളികൾ എന്നെ പിടിച്ച് കൈകാര്യം ചെയ്യുമോ എന്നുള്ള പേടി എനിക്കുണ്ട്. അതുകൊണ്ട് സംഗതി പറയാണ്, അസ്ഹാബുൽ യമീൻ അസ്ഹാബുൽ ശിമാൽ, ഖുർആന്റെ ഒരു പ്രയോഗമാണ്. നേരെ അർത്ഥം പറയുമ്പോൾ വലതുപക്ഷം ഇടതുപക്ഷം അല്ലേ. വലതുപക്ഷമാണ്, അസ്ഹാബുൽ യമീനാണ് സ്വർഗത്തിന്റെ മെമ്പർമാർ. നന്മ ചെയ്യുന്ന ആളുകളെ ഖുർആൻ പരിചയപ്പെടുത്തിയ പേരാണ് വലതുപക്ഷമെന്ന്. തിന്മയുടെ വക്താക്കളെ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പേരാണ് ഇടതുപക്ഷം എന്ന്. അങ്ങനെ ആരെങ്കിലും ഇടതുപക്ഷം എന്ന് തങ്ങളുടെ പാർട്ടിക്ക് പേരിട്ടിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു ദുശകുനം ആ പേരിലുണ്ട്. അവരത് മാറ്റാൻ തയ്യാറാകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടി നല്ലതോ ചീത്ത എന്നുള്ളത് വേറെ വിഷയം. അപ്പോ അസ്ഹാബുൽ യമീൻ ഉള്ള അറിവനുസരിച്ച് ജീവിച്ച ആളുകളാണെങ്കിൽ ഫസലാമുൽ ലക മിൻ അസ്ഹാബിൽ യമീൻ, മരിച്ചു വരുന്ന നേരത്ത് അല്ലയോ വലതുപക്ഷക്കാരാ, സലാമുൽ ലക, നിനക്ക് സലാമുണ്ടെന്ന അഭിവാദ്യം ചെയ്യപ്പെടുന്നതാണ്. വഅമ്മാ ഇൻ കാന മിനൽ മുകല്ലിബീന അല്ലാലീൻ, നേരത്തെ പറഞ്ഞ കിഴക്കോട്ട് തിരിഞ്ഞ് നിക്കരിക്കുന്ന കുപ്പായത്തിന്റെ നിറം മാറ്റുന്ന ഔലിയാ തമ്പുരാക്കന്മാര്, അവര് കള്ളവാദികളായ ആളുകൾ, ഫനുസുലും മിൻ ഹമീം, അവരെ സൽക്കരിക്കാൻ തിളച്ച വെള്ളമാണ് അവിടെ കാത്തിരിക്കുന്നത്. ചുട്ടു തിളപ്പിച്ച വെള്ളം, അത് കുടിക്കാൻ മാത്രമല്ല അതിലിട്ട് അവരെ പിഴുങ്ങിക്കളയും. നരകത്തിലിട്ട് അവരെ പൊരിച്ചുകളയും. കണ്ടില്ലേ 3 ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നത് എന്താന്ന്? ഇതൊക്കെ കേട്ടിട്ട് ഇതാരുടെയോ കഥയാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇതൊക്കെ അനുഭവിക്കാനുള്ള നഗ്നയാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ ഞാനും നിങ്ങളും ഈ 3-ലൊരവസ്ഥ എന്ന് പറഞ്ഞാൽ അനുഭവജ്ഞാനം, ഇതൊക്കെ അനുഭവിക്കാനുള്ളതാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. ഇത്രയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അല്ലാഹു പിന്നെ അവസാനം പറയാ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം. അതുകൊണ്ട് നബിയെ അങ്ങയുടെ മഹാനായ തമ്പുരാന്റെ നാമത്തെ പ്രകീർത്തിക്കുക. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് പറഞ്ഞു, ഈ തസ്ബീഹിനെ നിങ്ങൾ റുകൂഇൽ വെക്കുക. ഈ തസ്ബീഹിനെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അലീം എന്ന ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തസ്ബീഹിനെ നിങ്ങൾ റുകൂഇൽ വെക്കുക. അതുകൊണ്ടാണ് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന് നമ്മൾ ചെല്ലുന്നത്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ, സൂറത്തുൽ അഅല ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തസ്ബീഹിനെ നിങ്ങൾ സുജൂദിൽ വെക്കുക. ആദ്യത്തേത് റുകൂഇൽ വെക്കുക, ഇത് സുജൂദിൽ വെക്കുക. അതുകൊണ്ടാണ് സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. നമസ്കാരത്തിലെ ഓരോ തസ്ബീഹുകളും ഖുർആനിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, അല്ലാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിലോകത്തിലൂടെ നമുക്ക് ആ ഉടമസ്ഥനായ റബ്ബിലേക്ക് ചെന്നെത്താൻ സാധിക്കും പ്രിയപ്പെട്ടവരെ. എന്ന് വെച്ച് അള്ളാഹുവിന്റെ വുജൂദും അവന്റെ സാന്നിധ്യവും അവന്റെ ഖുദ്റത്തുമൊക്കെ ബോധ്യപ്പെടുക എന്നല്ലാതെ മുമ്പ് പറഞ്ഞതുപോലെ വസ്തുനിഷ്ഠമായ ഒരു അറിവ് അള്ളാഹുവിനെ കുറിച്ച് ഒരു മനുഷ്യനും സാധിക്കില്ല. എന്തിനാ അള്ളാന്റെ നോക്കുന്നു? ഞാൻ എന്നെ കുറിച്ച് പഠിച്ചാൽ തീരോ? നിങ്ങളെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കി. ഞാൻ എന്ന് പറയുന്ന സാധനം വേണ്ട. നിങ്ങളെ ബോഡി, ഈ ജഡത്തെ കുറിച്ചിട്ട് റിസർച്ച് ഇന്ന് അവസാനിച്ചിട്ടുണ്ടോ? ഇന്നും വൈദ്യശാസ്ത്രം മനുഷ്യ ബോഡിയെ കുറിച്ച് കൂലങ്കഷമായി ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പുതിയ മരുന്ന് കണ്ടെത്തുന്നു, പഴയ മരുന്ന് കേടാന്ന് പറയുന്നു, മെഡിസിനുകളുടെ സൈഡ് എഫക്റ്റുകൾ ഇന്നതുണ്ടെന്ന് പറയുന്നു അല്ലേ.
ഇതിനൊന്നും പഠനം, ഈ ബോഡിയെ കുറിച്ചുള്ള പഠനം, എന്നിട്ടല്ലേ ആത്മാവിനെ കുറിച്ചുള്ള പഠനം. ആ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള അറിവ്, അവന്റെ വുജൂദ്, അവന്റെ സാന്നിധ്യത്തിലുള്ള അറിവ്, അവന്റെ കുദറത്തുകളെ കുറിച്ചുള്ള അറിവ് അത്രേ കിട്ടുള്ളൂ. എന്നാൽ നമ്മളെക്കാൾ ഇവിടെ പരസ്യമായി നിൽക്കുന്നത് അല്ലല്ലോ അല്ലേ. ഏറ്റവും വ്യക്തമായതും ഏറ്റവും തെളിഞ്ഞതുമായതാ അള്ളാഹുവാണ്. അതെ, അള്ളാഹുവാണ്. വേറുള്ളതൊക്കെ പഠിപ്പിച്ചും പറഞ്ഞു കൊടുത്തും തിരിയേണ്ടി വരും. ഒരു കാട്ടിലൊരാൾ ജീവിക്കുന്നു, കാട്ടിലെ വിഭവങ്ങൾ കഴിച്ച് ജീവിക്കുന്നു അല്ലേ. ആരും ഒരക്ഷരവും പഠിപ്പിച്ചു കൊടുക്കാൻ ആ കാട്ടിലെ ആദിവാസിയുടെ അടുത്ത് ചെല്ലുന്നില്ല. ഈ ആദിവാസിക്കും ബുദ്ധിയുണ്ടെങ്കിൽ അവൻ മുകളിലേക്ക് നോക്കി, ഭൂമിയിലേക്ക് നോക്കിയാൽ ഇത് എന്നെ പോലത്തെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ല. വളരെ വ്യക്തമായി അവന് ഇതിന്റെ പിറകിലുള്ള തമ്പുരാൻ അറിയാൻ പറ്റും. അപ്പൊ യുക്തിവാദികൾ പറയും, അങ്ങനെ ഒരു ദൈവമൊന്നുമില്ല, പ്രാപഞ്ചിക ശക്തിയല്ലേ. ആയിക്കോട്ടെ ചങ്ങായിമാരെ, ഞങ്ങളതിന് അള്ളാന്ന് പറയുന്നു, വേറെ ചില ആളുകൾ കർത്താവ് എന്ന് പറയുന്നു, വേറെ ചില ആളുകൾ ദൈവം എന്ന് പറയുന്നു. പേരെന്തായാലും മുതലൊന്നല്ലേ. നിങ്ങൾ പറയുന്നു പ്രാപഞ്ചിക ശക്തി, ആ ശക്തിക്ക് ഞങ്ങൾ അള്ളാന്ന് പേരിടുന്നു, നിങ്ങൾക്ക് വല്ല മുടക്കുണ്ടോ ആ പേരില് എന്ന് മാത്രം ചോദിച്ചാൽ മതി അവരോട്. അപ്പോ ഈ ആൾക്കും വളരെ വ്യക്തമായി തിരിയുന്നു. ഉള്ളതിൽ വളരെ വ്യക്തമായതും വളരെ തെളിവുകളുള്ളതും അത് അല്ലാഹുവാകുന്നു. അവൻ നമ്മുടെ മുന്നിലോ പിന്നിലോ ഇടത്തോ വലത്തോ ഒന്നും അല്ലല്ലോ, അവൻ നമ്മോടൊപ്പം അല്ലേ ഉള്ളത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിട്ടും അള്ളാനെ നമുക്കൊന്നും തിരിയണില്ലല്ലോ. തിരിയുന്നില്ല എന്ന് മാത്രമല്ല, അള്ളാനെ ഓർക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ലല്ലോ. എന്തെങ്ങനെ ആകാൻ കാരണം? അങ്ങനെ ആകാൻ കാരണം അല്ലെ, അള്ളാഹിനെ കുറിച്ച് ഓർക്കാൻ നമുക്കൊരു അനുഭൂതി അല്ലേ. നമ്മളെ കാമുകിയെ ഓർക്കുമ്പോൾ എന്ത് സുഖം, കെട്ടിയോളിയും കുട്ടിയാളെയും ഓർക്കുമ്പോൾ എന്ത് സുഖം അല്ലേ. ഈ ഒരു സുഖമൊന്നും പടച്ചോനെ ഓർക്കുമ്പോൾ ഒരു ഇടങ്ങാറായിട്ട് ഓർത്തില്ലെങ്കിൽ കുടുങ്ങിപ്പോവുമല്ലോ. ഇപ്പം ഈ മൊയ്ലിയർ ഇങ്ങനെയൊക്കെ വഴലെറിഞ്ഞ് കുറച്ചൊക്കെ ഈ മഹ്ലൂക്കാത്തിനെ കണ്ടിട്ട് അള്ളാഹിനെ കുറിച്ച് ആലോചിക്കാൻ അപകടമാണല്ലോ എന്നൊക്കെ കഷായം കഴിക്കണമായിരി അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? ഫലഹു സബബാനി, രണ്ട് കാരണമുണ്ട്. അഹദുഹുമാ ഖഫാഉഹു ഫീ നഫ്സിഹി, ഒന്നാമത്തെ കാരണം അള്ളാഹു സ്വയം മറഞ്ഞിരിക്കുകയാണ്. അള്ളാഹ് സ്വയം മറഞ്ഞിരിക്കാൻ. അള്ളാഹു പകൽ വെളിച്ചത്തിൽ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന തരത്തിലൂടെ വരികയാണെങ്കിൽ ഇവിടെ മുഅ്മിനും കാഫിറും മുനാഫിക്കും ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പ് മാത്രമേ ലോകത്തുണ്ടാവുള്ളൂ, മുഅ്മിനീങ്ങൾ അല്ലേ. അള്ളാഹുവിൽ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഒക്കെ ഉണ്ടായത് എന്തുകൊണ്ടാ? അള്ളാഹ് മറഞ്ഞു നിന്നത് കൊണ്ട്. അപ്പൊ നമ്മെ പരീക്ഷിക്കണമെങ്കിൽ അള്ളാഹു മറഞ്ഞു നിൽക്കണം. ഈ പെരുമ്പാവൂർ പള്ളിയിൽ ജുമഅക്ക് കൂടിയ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, പെരുമ്പാവൂർ പട്ടണത്തിലെ ജുമാ മസ്ജിദിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഈ ചോദ്യം നിരർത്ഥകമാണ്, അർത്ഥമില്ലതിന്. പെരുമ്പാവൂർ പള്ളിയിൽ ആരാണ് വിശ്വസിക്കുന്നത്? നിങ്ങൾ ഈ കൂടിയ ആളുകളോട് ചോദിക്കുകയാണ്. മുസ്ലിയാരെ ഇതിലിപ്പോൾ വിശ്വസിക്കേണ്ട കാര്യമില്ല, അത് ബോധ്യപ്പെട്ട സംഗതിയല്ലേ. ഇപ്പൊ ബോധ്യപ്പെട്ട സംഗതിയിൽ എന്തുണ്ടാവില്ല? വിശ്വാസം ഉണ്ടാവില്ല. വിശ്വാസം എപ്പോഴും ഗൈബ്, അദൃശ്യമായ കാര്യത്തിലായിരിക്കും. യുഅ്മിനൂന ബിൽ ഗൈബ് എന്നല്ലേ പറഞ്ഞത്, അദൃശ്യമായ കാര്യത്തിൽ. അതുകൊണ്ട് വിശ്വാസികളും അവിശ്വാസികളും ഉണ്ടാകാൻ, വിജയിച്ചവരും പരാജയപ്പെട്ടവരും ഉണ്ടാകാൻ, ഈ ലോകം പരീക്ഷണമാകാൻ അള്ളാഹു മറഞ്ഞു നിൽക്കുന്നു. എന്നാൽ മറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ട് പൂർണ്ണമായി മറഞ്ഞിട്ട് ഒരെത്തും പിടിയും കിട്ടാത്ത തരത്തിൽ അള്ളാഹ് മറഞ്ഞു പോയിട്ടില്ല. അവന്റെ സാന്നിധ്യം അറിയിക്കുന്ന ഒത്തിരി തെളിവുകൾ അവൻ പ്രദർശിപ്പിച്ചു, പ്രത്യക്ഷപ്പെടുത്തി അല്ലേ. ഈ പ്രപഞ്ചം ആകെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനം കാണുമ്പോൾ മനസ്സിലാക്കാം, ഇതിനെ പടച്ചതും ചലിപ്പിക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും അതിന്റെ പിന്നിൽ ഒരാളുണ്ട് എന്നത് ഉള്ള ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ കാരണം എന്താ? അള്ളാഹു മറഞ്ഞു നിൽക്കുന്നു. രണ്ടാമത്തെ കാരണം മായതനാഹി വുജൂദുഹു, അള്ളാഹുവിന്റെ ആ ഒരു പ്രകടമാകൽ, പ്രത്യക്ഷപ്പെടൽ ശക്തമായതിനാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എന്ത് മനസ്സിലായില്ല? അള്ളാഹുവിന്റെ പ്രത്യക്ഷപ്പെടൽ ശക്തമായതിനാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിന് ഇമാം ഗസാലി റഹിമഹുല്ലാഹ് ഒരു ഉദാഹരണം പറയുന്നുണ്ട്. ഈ രണ്ടാമത്തെ കാരണം, അള്ളാഹുവിനെ തിരിയാതെ പോയതിൽ രണ്ടു കാരണം. ഒന്ന്, അള്ളാഹ് സ്വയം മറഞ്ഞു നിൽക്കുന്നു. രണ്ടാമത്തേത്, അള്ളാഹു പരസ്യപ്പെട്ടത് ശക്തമായ നിലയിലാണ്. അപ്പോൾ നമ്മുടെ കണ്ണിന് പിടിച്ചില്ല, കൽബിന് പിടിച്ചില്ല. ഇതിനൊരു ഉദാഹരണം, വഹാദാ കമാ അന്നൽ ഖുഫാശ യുബ്സിറു ബിൽ ലൈലി വലാ യുബ്സിറു ബിൻ നഹാർ. ഈ നരച്ചീട് എന്ന് പറഞ്ഞൊരു ജീവിയുണ്ട്, ഒരു പറവ, വവ്വാലിന്റെ ചെറിയ ടൈപ്പ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ സാധനം യുബ്സിറു ബിൽ ലൈൽ, രാത്രി അതിന് കണ്ണ് കാണുള്ളൂ. വലാ യുബ്സിറു ബിൻ നഹാർ, പകൽ വെളിച്ചത്തിൽ അതിന് കണ്ണ് കാണില്ല.
എന്താ കാരണം? ലിശിദ്ദത്തി ളുഹൂരിഹി, പകലിലെ വോൾട്ടേജ് കൂടുതലാണ്. ഫഇന്ന ബസറൽ ഖുഫാസി ലഈഫുൻ, ഈ ജീവിയുടെ കണ്ണ് വളരെ മൃദുലമായതും കാഴ്ച ശക്തി വളരെ കുറഞ്ഞതുമാണ്. അപ്പൊ പകൽ വെളിച്ചം കണ്ണിലടിച്ച കഴിഞ്ഞാൽ നിരച്ചീട് ജീവിക്ക് കണ്ണ് കാണൂല. രാത്രിയായി കഴിഞ്ഞാലോ അതിന് കണ്ണ് കാണും. ഒരർത്ഥത്തിൽ നിരച്ചീട് ജീവിയെ പോലെയാണ് മനുഷ്യർ. ഇതുപോലെയാണ് മനുഷ്യബുദ്ധി. ലഈഫത്തുൻ, ബലഹീനമായതാണ്. വജമാലുൽ ഹളറത്തിൽ ഇലാഹിയത്തി ഫീ നിഹായത്തിൽ ഇശ്റാഖ്, ദൈവീക സാന്നിധ്യത്തിന്റെ സൗന്ദര്യത്തിന്റെ പ്രഭ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വുജൂദിന്റെ പ്രഭ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കണ്ണിനും നമ്മുടെ ഖൽബിനും അതിനെ ക്യാച്ച് ചെയ്യാനുള്ള പവറില്ല. നിരച്ചീട് ജീവിക്ക് പകലിൽ കണ്ണ് കാണാത്തത് എന്തുകൊണ്ട്? വെളിച്ചം ഓവറായതുകൊണ്ട്. അതുപോലെ റബ്ബിന്റെ തജല്ലി, അവന്റെ വെളിവാകൽ ശക്തമായതിനാൽ നമ്മുടെ കണ്ണ്, നമ്മുടെ ഖൽബ് അതിനെ ഉൾക്കൊള്ളാൻ പര്യാപ്തമായില്ല. എന്നാൽ വഅമ്മാമൻ ഖവിയത്ത് ബസീറത്തുഹു, ഈമാൻ കൊണ്ട്, തഖ്വ കൊണ്ട്, സ്വാലിഹായ അമല് കൊണ്ട് ഉൾക്കാഴ്ച ശക്തിപ്പെടുത്തിയ മനുഷ്യൻ ഫഇന്നഹു ലാ യറാ ഇല്ലല്ലാഹ്, അവന്റെ മനക്കണ്ണിന് പവർ വരും. മനക്കണ്ണിന് പവർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ലാ യറാ ഇല്ലല്ലാഹ്, അവൻ അല്ലാഹനെയല്ലാതെ മറ്റൊന്നിനെയും കാണൂല. അതെങ്ങനെയാ കാണുന്നത്? അതെങ്ങനെയാ കാണുന്നത്? അപ്പോഴും ഖുദ്റത്തിലൂടെ, അപ്പോഴും മഖ്ലൂഖാത്തിലൂടെ കാണുള്ളൂ. കമൻ നളറ ഫീ ശിഅരി ഇൻസാനിൻ ഔ ഖത്ത്ഹി ഔ തസ്നീഫിഹി, ഒരാളുടെ കവിത കണ്ടു, ഒരു കവി എഴുതിയ കവിത, അല്ലെങ്കിൽ ഒരു ചിത്രം, സുന്ദരമായി വരച്ചൊരു ചിത്രം കണ്ടു, അല്ലെങ്കിൽ നല്ല ഒരു പുസ്തകം കണ്ടു. ഈ പുസ്തകം കണ്ട ബുദ്ധിയുള്ള ആള്, ഈ കവിത കണ്ടാൽ, ചിത്രം കണ്ടാൽ, നല്ല ബുക്ക് കണ്ടാൽ ബുദ്ധിയുള്ള ആൾ എന്താ വിലയിരുത്തുക? റആ ഫീഹ ശാഇറ വൽ മുസന്നിഫ വൽ മുസവ്വിറ, ആ എഴുത്തിലൂടെ നോവലിസ്റ്റിനെ കാണും, ചിത്രകാരനെ കാണും, ഗ്രന്ഥ രചയിതാവിനെ കാണും. അല്ലെ, ബുദ്ധിയുള്ള ആൾ അങ്ങനെയല്ല കാണുക. നല്ല ഒരു കവിത വായിച്ചാൽ എന്തൊരു കവി, കവിയുടെ കഴിവെന്താ അല്ലെ. നല്ല ചിത്രം, ഒരു ഷീറ്റിൽ ഒരു പേപ്പറിൽ ഒരു ചിത്രം വരച്ച ആ ചിത്രം കണ്ടാൽ എന്താ പറയാ? എന്ത് നല്ല ചിത്രകാരൻ അല്ലേ, അങ്ങനെയല്ല പറയാ. നല്ല ഒരു ഗ്രന്ഥം വായിച്ചപ്പോ എന്ത് ആശയമുള്ള ആ ഒതറ് കൊള്ളാമല്ലോ, ആ രചയിതാവ് കൊള്ളാമല്ലോ അല്ലെ. മണ്ടനാണെങ്കിലോ എന്താ ഇതിന്റെ പേപ്പർ, ഇതിന്റെ മഷിയുടെ ഒരു കളറ് കണ്ടോ അല്ലെ, ഈ പേപ്പർ കൊള്ളാമല്ലോ, ഇത് പമ്പര വിടിയല്ലേ. ആ പേപ്പറിലും എഴുത്തിന്റെ ശക്കില് രൂപത്തിലും ആകൃഷ്ടനായി അവിടെ ഇരിക്കുള്ളൂ അല്ലെ. ബുദ്ധിയുള്ള മനുഷ്യൻ, അതിന്റെ സൃഷ്ടാവ്, അതിനെ എഴുതിയ ആള് അങ്ങോട്ടല്ലേ പോവാ. ഈ പ്രപഞ്ചമാകെ അള്ളാഹുവിന്റെ രചനയാണ്. അതുകൊണ്ട് ഈ രചന കണ്ടിട്ട് അങ്ങോട്ട് പോകണം, ഇവിടെ പറ്റിപ്പിടിച്ച് നിൽക്കരുത്. മരമണ്ടന്റെ സ്വഭാവമാണ്, ഇവിടെ പറ്റിപ്പിടിച്ച് നിൽക്കരുത്. ഒരു നോവലിലൂടെ നോവലിസ്റ്റിന്റെ കഴിവ് കാണുന്നത് പോലെ, ഒരു ശില്പം കണ്ട് ശില്പിയുടെ കഴിവ് മനസ്സിലാക്കുന്നത് പോലെ പ്രപഞ്ചമാകെ കണ്ട് ഉടമസ്ഥനായ റബ്ബിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ പറഞ്ഞല്ലോ, നിസാരമായ കൊതുക്, ഈച്ച തൊട്ട് ചെറിയ പുൽക്കൊടിയിൽ വരെ റബ്ബിന്റെ ഖുദ്റത്ത് കത്തി ജ്വലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പുൽക്കൊടി, ഒരു ഇല എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കിയാൽ പറഞ്ഞു പോകും സുബ്ഹാനല്ലാഹ്, പറഞ്ഞു പോകും. അതിലെ ആ ഖൽഖിന്റെ അജായിബ് കണ്ടാല്, അള്ളാന്റെ സൃഷ്ടിപ്പ് കണ്ടാല് സുബ്ഹാനല്ലാഹ് പറഞ്ഞു പോകണം. പക്ഷെ നമ്മൾ പറയുന്നില്ല. എന്താ കാരണം? നമ്മൾ ഈ അത്ഭുതങ്ങളൊക്കെ ചെറുപ്പം തൊട്ട് കണ്ട് 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 നമ്മുടെ മനസ്സിന് തഴക്കവും പഴക്കവും ചെന്നിട്ട് വന്നിട്ട് അതിലെ ആശ്ചര്യം നമുക്ക് നഷ്ടമായി പോയി. വലൗ റആ ഇലാ ഹയവാനിൻ ഗരീബിൻ ഔ നബാത്തിൻ ഗരീബിൻ അലാ സബീലിൽ ഫുജ്അതി ഇൻദലഖ ലിസാനുഹു തബഅൻ ഫഖാല സുബ്ഹാനല്ലാഹ്. പുതിയൊരു ജീവിയെ കണ്ടാൽ, പുതിയ ഒരു പൂ കണ്ടാൽ അറിയാതെ സുബ്ഹാനല്ലാഹ് പറയുമല്ലോ. എന്നാൽ വഹുവ യറാ തൂല നഹാരിഹി യറാ നഫ്സഹു വഅഅലാഹു വസായിറൽ ഹയവാനാത്ത്, അവൻ പകലന്തിയോളം അവനെ കാണുന്നു, അവന്റെ അവയവങ്ങൾ കാണുന്നു, ഒരുപാട് ജീവജാലങ്ങളെ കാണുന്നു, സുന്ദരമായ പ്രകൃതി കാണുന്നു. ഇതൊക്കെ ശവാഹിദു ഖാത്തിഅ, അല്ലാഹുവിന്റെ ഖുദ്റത്ത് വിളിച്ചോതുന്ന, അവന്റെ കഴിവ് വ്യക്തമാക്കുന്ന മതിയായ തെളിവുകളാണ്.
പക്ഷെ നമ്മളെന്താ അത് കണ്ട് 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 തഴമ്പിച്ചു പോയി. ഒരു അന്ധനായ, ജന്മനാൽ അന്ധനായ ഒരാൾ അങ്ങനെ തന്നെ വളർന്നൊരു മനുഷ്യനായി, ഒരു പൂർണ്ണ മനുഷ്യനായി. ഒരു സുപ്രഭാതത്തിൽ ആ മനുഷ്യന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടിയാൽ ഫംതദ്ദ ബസറുഹു ഇല സമാഇ വൽ അർദ് വൽ അഷ്ജാരി വൻ നബാതി വൽ ഹയവാനാത്ത്. ഏതൊരു 10-40 വയസ്സ് വരെ പൂർണ്ണ അന്ധനായിരുന്നു. എന്നിട്ട് ആരോ കണ്ണ് ദാനം ചെയ്ത് കണ്ണ് കിട്ടി, കാഴ്ച പൂർണ്ണമായ അവസ്ഥയിൽ കാഴ്ച കിട്ടി. അങ്ങനെ അവന്റെ കണ്ണ് ആകാശഭൂമികളിലേക്കും അതുപോലെ ജീവജാലങ്ങളിലേക്കും സസ്യങ്ങളിലേക്കും അവന്റെ കണ്ണ് പതിച്ചാൽ അവൻ അത്ഭുത പരതന്ത്രനായി അവന്റെ ബുദ്ധിയുടെ സമനില തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം അത്രമാത്രം അത്ഭുതകരമാണ് അള്ളാഹുവിന്റെ ഈ സൃഷ്ടിപ്പ്, ഈ പ്രപഞ്ചം. ഏതും കണ്ട് 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 പോകുമല്ലോ, തഴമ്പിച്ചു പോകുമല്ലോ അല്ലേ? ഇപ്പൊ നമ്മളൊക്കെ ഒരു മനുഷ്യന്റെ ജഡം ചീഞ്ഞു വീർത്ത വികൃതമായ ഒരു മനുഷ്യന്റെ ഡെഡ് ബോഡി കണ്ടാൽ ആ ദിവസം നമുക്ക് ചോറും കഞ്ഞിയും വേണ്ടി വരില്ല. എന്നാ മൂർച്ചറി ജീവനക്കാർക്ക് അത് കാണാതിരുന്നാൽ അന്നിറങ്ങാതിരിക്കുക. ഒരു ഇലക്ട്രിക് ശ്മശാനത്തിലെ ഒരു ജോലിക്കാരന്റെ വണ്ടി സീസി ചെയ്യാൻ ഒരു ഹിന്ദു സുഹൃത്ത് പോയ അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. വാഹനം അടവ് തെറ്റിയ വാഹനം സീസി ചെയ്യുന്ന പണിയാണ് ഈ ഹിന്ദു സുഹൃത്തിന്. അങ്ങനെ ഒരു ശ്മശാനം, ഏത് വൈദ്യുതി ശ്മശാനം, കരണ്ടിൽ ദഹിപ്പിക്കുന്ന ശ്മശാനം, അങ്ങനെ വലിയ പട്ടണങ്ങളിലൊക്കെ ഉണ്ടാകും. ആ ശ്മശാനത്തിലെ ഒരു ജീവനക്കാരന്റെ വണ്ടി സീസ് ചെയ്യാൻ പോയപ്പോൾ നിസ്സങ്കോചം സന്തോഷത്തോടെ ആ ജീവനക്കാരൻ പറഞ്ഞു, പൊന്നു ചങ്ങാതി എൻ്റെ വണ്ടി പിടിച്ചു കൊണ്ടുപോകല്ലേ, ഇന്ന് 3 ശവം വരാണ്ട്, വൈകുന്നേരം ഇടപാട് തീർത്തിട്ട് പൈസ തന്നേക്കാം. ഇത് കേട്ടപ്പോൾ അവന് പൈസയും വേണ്ട വണ്ടിയും വേണ്ട, വേഗം പോരണം എന്നാണ് അവന് തോന്നിയത്. അപ്പൊ എന്താ, ഇത് കണ്ട് കണ്ട് അവന്റെ മനസ്സങ്ങട്ട് മുരടിച്ചു പോയി. ഇതുപോലെ അള്ളാന്റെ മഖ്ലൂഖാത്തുകൾ കണ്ട് 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 നമുക്കെല്ലാം അജായിബ് തിരിയാതെ വന്നു. അങ്ങോട്ടാണ് ഖുർആൻ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നിങ്ങൾ അങ്ങനെ മറക്കല്ലേ, തഴക്കവും പഴക്കവും കാരണം നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നില്ല, നിങ്ങൾ അങ്ങോട്ട് വരൂ. നിരന്തരം ഖുർആൻ ആ വഴിയിലേക്കാണ് വിളിക്കുന്നത്. എന്തിനാ അള്ളാനെ തെരഞ്ഞ് വേറെ അങ്ങോട്ടൊക്കെയോ പോകുന്നത്? ഫന്നാസു ഫീ ത്വലബിഹിം മഅരിഫത്തല്ലാഹി തആല. അള്ളാനെ അന്വേഷിച്ച് തെണ്ടിത്തിരിയുന്ന മനുഷ്യനൊരു ഉപമ ആരിഫീങ്ങൾ പറഞ്ഞു. കമൻകാന റാക്കിബല്ലി ഹിമാരിഹി വഹുവ യത്ലുബു ഹിമാറഹു. കഴുതപ്പുറത്തിരുന്നിട്ട് ആ കഴുതയെ തിരിഞ്ഞൊരാളിങ്ങനെ നടക്കുകയാണ്. ഇതുപോലെയാണ് അള്ളാഹനെ അറിയാൻ നടക്കുന്ന മനുഷ്യന്റെ അവസ്ഥ. അല്ലെങ്കിൽ നമ്മൾ പറയാറുണ്ടല്ലോ, കണ്ണട വെച്ച് കണ്ണട തിരയുന്നു. ഭാര്യനോടൊക്കെ പഹയത്തിയെ പിശാചി, എവിടെ എൻ്റെ കണ്ണട വെച്ചോടുത്തൊരു സാധനം ഇവിടെ കാണുന്നില്ലല്ലോ. ഇക്കാക്ക അവിടെ മോന്തം വന്ന് തപ്പി വെക്കുക, ഇവിടെ ഉണ്ടല്ലേ. അങ്ങനെയുണ്ട്, കണ്ണട വെച്ച് കണ്ണട തിരയുക. ഇതുപോലെയാണ് അള്ളാഹുവിനെ അന്വേഷിച്ചു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ. അവനിലേക്കും അവന്റെ മുന്നിലുള്ള ദൃശ്യപ്രപഞ്ചത്തിലേക്കും മഖ്ലൂഖാത്തിലേക്കും ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാൽ മതിയല്ലോ. കവി പറഞ്ഞതുപോലെ ഫഖദ് ലഹർത ഫമാ തഖ്ഫാ അലാ അഹദി ഇല്ലാ അലാ അക്മഹിൻ ലാ യഅരിഫുൽ ഖമറാ. പടച്ചവനെ, ഫഖദ് ലഹർത, നീ വളരെ വ്യക്തമായി വന്നിട്ടുണ്ടല്ലോ, നീ വളരെ തെളിഞ്ഞ് കൺമുന്നിലേക്ക് വന്നിട്ടുണ്ടല്ലോ. ഫമാ തഖ്ഫാ അലാ അഹദി, ആരിൽ നിന്നും നീ മറഞ്ഞല്ലല്ലോ നിൽക്കുന്നത് പടച്ചോനെ. കവി പറയാണ് ഫഖദ് ലഹർത ഫമാ തഖ്ഫാ അലാ അഹദി. പടച്ചോനെ, നീ വളരെ വ്യക്താണല്ലോ, ഒരാൾക്കും നിന്നെ തിരിയാതെ പോകൂലല്ലോ. ഇല്ലാ അലാ അക്മഹിൻ ലാ യഅരിഫുൽ ഖമറാ. ജീവിതത്തിൽ ഒരിക്കലും ചന്ദ്രനെ പോലും കാണാൻ പറ്റാത്ത കുരുടന്മാർക്കേ നിന്നെ കാണാൻ പറ്റാതെയായിട്ടുള്ളൂ. ലാ യഅരിഫുൽ ഖമറ, ചന്ദ്രനെ കാണാൻ പറ്റാത്ത മണ്ടന്മാർക്കേ നിന്നെയും കാണാൻ പറ്റാത്തതുള്ളൂ, അല്ലാത്തവർക്കൊക്കെ നിന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ വിനീതന്റെ ഡ്യൂട്ടി എന്താണെന്നറിയോ? നിങ്ങളൊക്കെ കഴുതപ്പുറത്തിരുന്ന് നിങ്ങളുടെ കഴുതപ്പുറത്ത് കയറി ആ കഴുതയെ തെരഞ്ഞു നടക്കുക, കണ്ണട വെച്ച് കണ്ണട തിരയാൻ. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. കൂട്ടുകാരാ, മുഖത്ത് കണ്ണടയുണ്ട്. കൂട്ടുകാരാ, നീ ഏതൊരു കഴുതയാണോ തെരഞ്ഞു നടക്കുന്നത്, ആ കഴുതയുടെ പുറത്താണ് നീ കയറിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മുന്നിലേക്ക് നോക്കൂ, നിങ്ങളിലേക്ക് നോക്കൂ, നിങ്ങളുടെ റബ്ബിലേക്ക് സഞ്ചരിക്കൂ, അവനെ സ്നേഹിക്കൂ, ധന്യമാകൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ശ്രവിക്കുന്ന ഈ ശബ്ദത്തിന്റെ ഉടമ ശിഹാബുദ്ദീൻ ഫൈസി, ടൗൺ ജുമാ മസ്ജിദ് ഇമാം, പെരുമ്പാവൂർ. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിച്ചത് സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ.
എല്ലാവിധ മൊബൈൽ ഫോണുകളും ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസുകളും മിതമായ വിലയ്ക്ക് ലഭിക്കുന്ന പെരുമ്പാവൂരിലെ ഏക സ്ഥാപനം സ്മാർട്ട് ഫോൺസ്. ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ. ബ്രൈറ്റ് ലൈറ്റ്, വിൻവർത്ത് തുടങ്ങി ലോകോത്തര ബ്രാൻഡുകളുടെ അംഗീകൃത സ്ഥാപനം സ്മാർട്ട് ഫോൺസ്, ടൗൺ ജുമാ മസ്ജിദിന് സമീപം, പെരുമ്പാവൂർ.